നമസ്കാരം. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇസ്രായേലി നിർമ്മിത നൊബേൽ സമ്മാനം നൽകി സ്വയം പരിഹാസ്യനാകുകയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ട്രംപ് ആകട്ടെ നെതന്യാഹുവിനെ വിളിക്കുന്ന ചെല്ലപ്പേര് ബീബി എന്നാണ്. എന്നിട്ടെന്താ ബീബി ചെയ്തതെന്നറിയണ്ടേ? 2025 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നോർവീജിയൻ നൊബേൽ കമ്മിറ്റി പ്രഖ്യാപിക്കാനിരിക്കെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നൊബേൽ സമാധാന പുരസ്കാരം സമ്മാനിക്കുന്ന നെതന്യാഹുവിന്റെ ആ AI നിർമ്മിത ചിത്രം. ഫോട്ടോയിൽ നെതന്യാഹു പ്രസിഡന്റ് ട്രംപിന് സമാധാനത്തിനുള്ള നൊബേൽ മെഡൽ സമ്മാനിക്കുകയാണ്. ചിത്രത്തിൽ ട്രംപ് സന്തോഷത്തോടെ കൈകൾ ഉയർത്തി ആശംസ സ്വീകരിക്കുകയാണ്. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് ട്രംപ് അർഹനാണെന്ന ഫോട്ടോയ്ക്കൊപ്പം നെതന്യാഹു എഴുതി. ആ ചിത്രം AI ആണെങ്കിലും അത് മണ്ടൻ ട്രംപ് ഉള്ളതിനാൽ ഹിറ്റായി. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് വൈറ്റ് ഹൗസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സമാധാനത്തിനുള്ള പ്രസിഡന്റ് എന്ന പുതിയ പദവി നൽകിയിരുന്നു. അതിൽ ആകെ മൊത്തം പുളകിത ഗാത്രനായി നടക്കുകയാണ് ഇപ്പോൾ ട്രംപ്. എന്നിട്ടും അരിശം തീരുന്നില്ല ട്രംപിന്. നൊബേൽ സമാധാന പുരസ്കാരത്തിൽ കണ്ണുവച്ച് മുൻ പ്രസിഡന്റ് ബറാക് ഒബാമയ്ക്ക് ലഭിച്ച പുരസ്കാരത്തെ വിമർശിക്കുകയാണ് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ്. തന്റെ മുൻഗാമിക്ക് ഒന്നും ചെയ്യാതെയാണ് അത് ലഭിച്ചതെന്നാണ് ട്രംപിന്റെ പരിഹാസം. ഇതോടൊപ്പം ഗാസയിൽ സമാധാനം കൊണ്ടുവരുന്നതിൽ തന്റെ പങ്കിനെ അദ്ദേഹം പ്രശംസിക്കുകയാണ്. 2025 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം പ്രഖ്യാപിക്കുന്നതിന് ഒരു ദിവസം മുമ്പ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ച ഗാസ സമാധാന പദ്ധതിയുടെ ആദ്യ ഘട്ടത്തിന് ഇസ്രായേലും ഹമാസും സമ്മതിക്കുകയും ചെയ്തു. തന്റെ വ്യാപാര നയതന്ത്രം പല രാജ്യങ്ങളിലും യുദ്ധങ്ങൾ തടഞ്ഞുവെന്ന് ട്രംപ് ആവർത്തിച്ച് പ്രസ്താവിച്ചിട്ടുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം തടഞ്ഞതിന്റെ ബഹുമതിയും അദ്ദേഹം അവകാശപ്പെട്ടു. ഇന്ത്യ നിരന്തരം ഈ അവകാശവാദം നിഷേധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സമാധാന നൊബേൽ സമ്മാനം താൻ അർഹിക്കുന്നുവെന്ന് ട്രംപ് പലതവണ പ്രസ്താവിച്ചിട്ടുണ്ട്. നൊബേൽ സമാധാന പുരസ്കാരത്തിൽ കണ്ണുവച്ച് മുൻ പ്രസിഡന്റ് ബറാക് ഒബാമയ്ക്ക് ലഭിച്ച പുരസ്കാരത്തെ വിമർശിക്കുകയാണ് ഇവിടെ സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ്. തന്റെ മുൻഗാമിക്ക് ഒന്നും ചെയ്യാതെയാണ് അത് ലഭിച്ചതെന്നാണ് ട്രംപിന്റെ പരിഹാസം. ഇതോടൊപ്പം ഗാസയിൽ സമാധാനം കൊണ്ടുവരുന്നതിൽ തന്റെ പങ്കിനെ അദ്ദേഹം പ്രശംസിക്കുകയാണ്. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള സമാധാന കരാറിൽ തന്റെ പങ്കിന് ഊന്നൽ നൽകിക്കൊണ്ടായിരുന്നു ട്രംപിന്റെ പ്രസ്താവന. ബന്ദികളെയും പലസ്തീൻ തടവുകാരെയും മോചിപ്പിക്കാൻ സഹായിച്ച ഈ കരാർ ഒപ്പിടുന്നതിനായി ട്രംപ് ഈജിപ്തിലേക്ക് തിരിക്കുകയാണ്. ഒന്നും ചെയ്യാതെയാണ് ഒബാമയ്ക്ക് നൊബേൽ സമ്മാനം ലഭിച്ചതെന്നും നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാത്ത ഒബാമയ്ക്ക് അവർ എന്തിനു നൊബേൽ നൽകി എന്നുമാണ് ട്രംപിന്റെ പരിഹാസം. കൂടാതെ ഒബാമ ഒരു നല്ല പ്രസിഡന്റ് ആയിരുന്നില്ലെന്നും താൻ 8 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചെന്നും ട്രംപ് വീരവാദത്തോടെ പറയുന്നു. ഇതിനു മുൻപ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ആദ്യ ഭരണകാലത്ത് കഷ്ടിച്ച് 8 മാസം മാത്രം ഭരണസമയമുള്ള ഒബാമയ്ക്ക് 2009 സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം ലഭിച്ചു. ആഗോളതലത്തിൽ തന്നെ അത്ഭുതം ജനിപ്പിച്ച ഒരു നീക്കമായിരുന്നു ഇത്. ന്യൂയോർക്ക് ടൈംസ് പോലും ഇതിനെ വളരെ അകാലത്തിലെന്ന് വിശേഷിപ്പിക്കുകയും നൊബേലിന് ഉയർന്ന ബാർ ഉണ്ടായിരിക്കണമെന്ന് വാദിക്കുകയും ചെയ്തു. അന്നു തന്നെ നൊബേലിന് ഉയർന്ന മാനദണ്ഡം ഉണ്ടായിരിക്കണമെന്ന വാദങ്ങൾ ഉയർന്നു വരികയും ചെയ്തു. നോർവീജിയൻ നൊബേൽ കമ്മിറ്റി അതിന്റെ ന്യായീകരണത്തിൽ അന്താരാഷ്ട്ര നയതന്ത്രവും ജനങ്ങൾ തമ്മിലുള്ള സഹകരണവും ശക്തിപ്പെടുത്തുന്നതിനുള്ള അദ്ദേഹത്തിന്റെ അസാധാരണമായ ശ്രമങ്ങളെ ഉദ്ധരിച്ചിരുന്നു. അവാർഡിന്റെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വളരെ കാലമായി വെറുപ്പ് പ്രകടിപ്പിച്ചിരുന്ന ട്രംപ് സ്വന്തം റെക്കോർഡുമായി താരതമ്യം ചെയ്യാൻ ആ ചരിത്രം ഉപയോഗപ്പെടുത്തുകയാണ്. എന്തായാലും നൊബേൽ സമ്മാന ജേതാവ് ബറാക് ഒബാമയെ ട്രംപ് വിമർശിക്കുകയും താൻ കൂടുതൽ അർഹനാണെന്ന് സ്വയം വിശേഷിപ്പിക്കുകയും ചെയ്യുന്നു.